Next question, revision problem 7, page number 188. Dr. Vivek is a medical practitioner. From the following, calculate his income from profession. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന പ്രോബ്ലം ഒക്കെ എന്തായിരുന്നു? ബിസിനസ്സിൻ്റെ ആക്ച്വൽ ഇൻകം, ബിസിനസ് ഇൻകം കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ആയിരുന്നു. പ്രൊഫഷണൽസും കുറേ ഉണ്ട്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അറിയാം, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. ബിസിനസ്സും ഉണ്ട്, പ്രൊഫഷനും ഉണ്ട്. അപ്പോൾ പ്രൊഫഷണൽസ് ആരൊക്കെയാണ്? ഡോക്ടർ, എൻജിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അങ്ങനെ പല വിഭാഗം ആൾക്കാരുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടൊക്കെയാണ് സാധാരണ തരിക. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അവരുടെ പ്രൊഫഷൻ്റെ മാത്രം ഇൻകം കണ്ടുപിടിക്കണം. അവിടെ എന്ത് വരരുത്? അവരുടെ പേഴ്സണൽ ഇൻകം വരരുത്, പേഴ്സണൽ എക്സ്പെൻസോ ഇൻകം ടാക്സോ കാര്യങ്ങളൊന്നും വരരുത്. പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കാറ്, അത്തരം ചിലവുകൾ, വീടിൻ്റെ റെൻറ്റ്, ഈ വക ഐറ്റംസ് ഒന്നും കടന്നു വരുത്. വെറും പ്രൊഫഷൻ്റെ മാത്രമായിട്ടുള്ള ഇൻകേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ തന്നേക്കണം നോക്കിയേ. ഇത് നമ്പർ ഇട്ട് തന്നേക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഒന്നുമല്ല, ഓരോ നമ്പർ ഇട്ട് ഓരോ ഐറ്റം തന്നേക്കണം. അപ്പം നമ്മളിവിടെ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസലൗഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ നോക്കണ്ട. അവിടെ ആക്ച്വലി പ്രൊഫഷൻ്റെ ഇൻകം മാത്രം എടുത്ത് ആഡ് ചെയ്യുക, പ്രൊഫഷൻ്റെ എക്സ്പെൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്യുക. സിമ്പിളാണ് ഇത് ചെയ്യാൻ. പ്രൊഫഷൻ ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താ? പ്രൊഫഷണൽ റെസീപ്റ്റ്സ്, പ്രൊഫഷൻ്റേതായുള്ള എല്ലാ ഇൻകം എടുക്കുക, ആഡ് ചെയ്യുക. പ്രൊഫഷൻ്റേതായ എല്ലാ ചിലവുകളും എടുക്കുക, ആഡ് ചെയ്യുക. ഇൻകം തിന്ന് അവരുടെ എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ ഓരോ ഐറ്റം എടുത്ത് നോക്കാം. റെസീപ്റ്റ്സ് ഫ്രം കൺസൾട്ടേഷൻ, ഒരു ഡോക്ടറുടെ കാര്യമാണ് പറയുന്നത്, മെഡിക്കൽ പ്രാക്ടീഷണറാണ്, ഡോക്ടറാണ്. റെസീപ്റ്റ്സ് ഫ്രം കൺസൾട്ടേഷൻ, രോഗികളെ നോക്കിയിട്ട് കിട്ടുന്ന ഇൻകം അയാളുടെ പ്രൊഫഷൻ്റെ ഇൻകം ആണോ? അല്ലേ? ആർക്കല്ലാത്തത്? അതെ, പ്രൊഫഷൻ്റെ ഇൻകം ആണ്. അപ്പോൾ അതെന്ത് ചെയ്യേണ്ടതായിട്ടാണ്? ആഡ് ചെയ്യണം, ആഡ് ചെയ്യാം. അടുത്തത് റെസീപ്റ്റ്സ് ഫ്രം ഡിസ്പെൻസറി, പ്രൊഫഷൻ്റെ ഇൻകം ആണ്, ആഡ് ചെയ്യണം. ഒരു സൈൻ ഇടുക, ഇവിടെ ആഡ് എന്നുള്ള സൈൻ ഇടുക. ഫീസ് ഫോർ ഓപ്പറേഷൻ, അത് അയാളുടെ പ്രൊഫഷൻ്റെ ഇൻകമാണ്, ആഡ് ചെയ്യുക. വിസിറ്റിംഗ് ഫീസ്, വേറെ സ്ഥലത്ത് പോയിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഫീസ് പ്രൊഫഷൻ്റെ ഇൻകമാണ്, ആഡ് ചെയ്യുക. ഗിഫ്റ്റ് ഫ്രം പേഷ്യൻസ്, ജോലി ചെയ്യുമ്പോൾ പേഷ്യൻസിൻ്റെ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം, പ്രൊഫഷൻ്റെ ഇൻകമായിട്ട് കാണിക്കാം. പക്ഷേ ഗിഫ്റ്റ് ഫ്രം ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കാണിക്കരുത്. പേഷ്യൻ്റ് കാണിക്കുക, ഫ്രണ്ട്സോ റിലേറ്റീവ്സ് കാണിക്കരുത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് മെഡിസിൻസ് പർച്ചേസ്ഡ്. മെഡിസിൻ വാങ്ങിച്ചു, അതേസമയം ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസും ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിസിൻ പർച്ചേസ് ചെയ്തത് 1,35,000. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? ക്ലോസിംഗ് സ്റ്റോക്ക് 7,000. അപ്പോൾ മെഡിസിൻ പറഞ്ഞാൽ അവരുടെ റവന്യൂ നേച്ചറിലുള്ള ഐറ്റമാണ്. ഓക്കെ, സർജിക്കൽ എക്യുപ്മെൻ്റ് ഒന്നല്ല, റവന്യൂ നേച്ചറിലായ കാരണം നമുക്ക് അതിൻ്റെ ചിലവ് അവരുടെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ഉള്ള കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 1,35,000 ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക, എന്നിട്ടുള്ള ഐറ്റം മാത്രം നമ്മൾ കാണിച്ചാൽ മതി. 1,28,000. രണ്ട് ഐറ്റം അടുത്താൽ തന്നേക്കണം. അപ്പോൾ മെഡിസിൻസ് പർച്ചേസിൽ നമുക്ക് കാണിക്കാവുന്ന എക്സ്പെൻസ് ആണ്, അതൊന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് മാത്രം. സാലറി ടു എംപ്ലോയീസ് എന്താ? അയാളുടെ പ്രൊഫഷൻ്റെ ചിലവാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ലെസ് ചെയ്യാൻ എഴുതിച്ചോളൂ. എക്യുപ്മെൻറ്റ് പർച്ചേസ്ഡ്, ഒരു എക്യുപ്മെൻറ്റും ക്യാപിറ്റൽ നേച്ചറുള്ള എമൗണ്ടിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ കാണിക്കാൻ പാടില്ല. സർജിക്കൽ എക്യുപ്മെൻറ്റ് കാണിക്കാൻ പാടില്ല, കാർ ഈ ആവശ്യത്തിന് മേടിച്ചു പറഞ്ഞാൽ കാണിക്കാൻ പാടില്ല, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കാണിക്കാൻ പാടില്ല. അതൊക്കെ ക്യാപിറ്റൽ നേച്ചറാ, ഡിപ്രീസിയേഷൻ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയണം, എക്യുപ്മെൻറ്റ്സിന് 15% ഡിപ്രീസിയേഷൻ നിങ്ങൾ അറിയണം. ഈ എമൗണ്ട് 1,00,000-ൻ്റെ 15% 15,000 മാത്രം ഡിപ്രീസിയേഷനാണ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്യുക. മനസ്സിലായല്ലോ? നമ്മൾ മൈനസ് ഇട്ട് വയ്ക്കുക. അവിടെ ലെസ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും. തൊട്ടപ്പുറത്ത് മെഡിക്കൽ ബുക്സ് പർച്ചേസ്ഡ്, മെഡിക്കൽ ബുക്സിൻ്റെ പെർസെൻറ്റേജ് 40% ആണ് ബ്ലോക്ക് ഓഫ് അസറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 40% ആണ് ബുക്സിൻ്റെ ഡിപ്രീസിയേഷൻ. അതിൻ്റെയും 80,000-ൻ്റെ 40%, 32,000 രൂപ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഐറ്റം, ഡോക്ടർ വിവേക് went to attend a seminar on modern medicines in Paris and spent 1,65,000. അതായത് പ്രൊഫഷൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് സെമിനാറിനോ വർക്ക്ഷോപ്പോ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോവുക, അതിൻ്റെ ചിലവുകളൊക്കെ നിങ്ങളുടെ എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ 1,60,000 കുറയ്ക്കാൻ പറ്റുന്ന ഐറ്റമാണ് മൈനസ് ചിഹ്നം ഇട്ട് വയ്ക്കുക.
അപ്പം ഇനി ആൻസർ അങ്ങനെ എഴുതിയേക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നോട്ട്ബുക്കിൽ എല്ലാവരും ചെയ്യുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം പ്രൊഫഷൻ ചെയ്താൽ എല്ലാ റെസീപ്റ്റ്സും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇന്നർ കോളത്തിൽ വേണമെങ്കിൽ എഴുതിയിട്ട് ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിൽ കിട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, എല്ലാ എക്സ്പെൻസും എഴുതുക, ഇന്നർ കോളത്തിൽ എമൗണ്ട് ഇടുക, ആഡ് ചെയ്യുക, ഔട്ടർ കോളത്തിൽ ഇടുക, റെസീപ്റ്റ്സിന്ന് എക്സ്പെൻസ് ലെസ് ചെയ്യുക. എളുപ്പമല്ലേ? അപ്പോൾ പ്രൊഫഷൻ ഒരു പ്രോബ്ലം എസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അലവബിൾ ആയിട്ടുള്ള എക്സ്പെൻസും അലവബിൾ ആയിട്ടുള്ള ഇൻകം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ റെസീപ്റ്റ്സ് ഫ്രം കൺസൾട്ടേഷൻ എടുത്തു, ഡിസ്പെൻസറി ഫീസ് ഫ്രം ഓപ്പറേഷൻ, വിസിറ്റിംഗ് ഫീസ് എടുത്തു, ഗിഫ്റ്റ് ഫ്രം പേഷ്യൻറ്റ്, എല്ലാം ആഡ് ചെയ്തു, എമൗണ്ട് അവിടെ കൂട്ടിയിട്ടു. ഇനി എക്സ്പെൻസ് ഏതൊക്കെയാണ്? മെഡിസിൻ ലെസ് ചെയ്യണം, സാലറി, ഡിപ്രീസിയേഷൻ ഓൺ എക്യുപ്മെൻറ്റ്, ബുക്സ്, സെമിനാർ അറ്റൻഡഡ്, എല്ലാം കൂടി ആഡ് ചെയ്തു, ഔട്ടർ കോളത്തേക്ക് ഇട്ടു. റെസീപ്റ്റ്സിന് എക്സ്പെൻസ് കുറച്ചു, 3,79,000.